നവദമ്പതികൾ തൂങ്ങി മരിച്ചു എന്നുള്ള വാർത്ത ഇന്നുമുണ്ട്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ തൂങ്ങി മരിച്ചിരിക്കുന്നത് 18ഉം 23ഉം വയസ്സുള്ള യുവാക്കൾ എന്ന് പറയുന്നത് യുവതിയും യുവാവുമാണ്. അപ്പോൾ ഇത് നിരന്തരം നമ്മൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മരവിപ്പുണ്ട്. ആ മരവിപ്പിലേക്ക് ഇപ്പോൾ കേരളം വീണു കഴിഞ്ഞു. കാരണം ഇത് തന്നെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. പലതരത്തിലാണ് മരണങ്ങൾ വന്നു കഴിഞ്ഞത്. ഇതിപ്പോ ഒരേ കയറിൽ ഇരുവരും തൂങ്ങി മരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ഇതെന്താണ് സംഭവിക്കുന്നത്? അതായത് ഒന്നാമത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു പ്രശ്നമുണ്ട്. വിവാഹമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു കുട്ടികളെ. അതുകൊണ്ട് തന്നെ ഇവർ കണ്ടു വളരുന്നതും രണ്ടുപേരുടെ വിവാഹം ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷം അവിടെയാണ് നടക്കുന്നത്. അല്ലെ, ജീവിക്കുന്നതിലെ ആഘോഷത്തെ പറ്റി കുട്ടികൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ ജീവിക്കുന്നതിലെ ആഘോഷം കണ്ടെത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരു സമൂഹത്തെ പേടിക്കുകയാണ് ചെയ്യുന്നത്. സമൂഹം എങ്ങനെ വിലയിരുത്തും, എന്ത് കാണും, എന്നെപ്പറ്റി എന്ത് ചിന്തിക്കും, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് ഇവരുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ സമൂഹത്തെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളതിൽ തുടങ്ങുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, ആഘോഷം വിവാഹത്തിലാണ് എന്നുള്ള എന്തോ പ്രധാനപ്പെട്ട കാര്യം വിവാഹമാണ് എന്നുള്ളതാണ്. പ്രായത്തിൻ്റെ ഒരു പ്രശ്നം, അതായത് നമ്മുടെ ഒരു ടീനേജിൻ്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് വലിയതായിട്ടുള്ള ഒരു ശാരീരിക ആവശ്യം നിറവേറ്റുന്നതിനുള്ള പ്രവണതയുണ്ടാകും. സ്വാഭാവികമായിട്ട് പ്രകൃതി എന്നിരിക്കുന്ന വികാരമാണത്. ആ വികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം തോന്നുന്നത്. അപ്പോൾ ഇവർ വിവാഹിതരാവാമെന്ന് തീരുമാനിക്കും. ആ വിവാഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അനുഭവിക്കുന്ന, പ്രണയകാലത്ത് അനുഭവിക്കുന്ന സന്തോഷം തന്നെയാണ് തുടർന്നും ജീവിതാന്ത്യം വരെയും എന്നുള്ള ഒന്നാമത്തെ തെറ്റിദ്ധാരണ. രണ്ടാമത്തെ കാര്യം, ഇതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളും നേടാനുണ്ട് എന്നുള്ളതിൻ്റെ അറിവില്ലായ്മ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് സംഭവിക്കുന്ന ജീവിതത്തിലെ വലിയ അബദ്ധമാണ് ഈ പറയുന്ന നേരത്തെയുള്ള വിവാഹവും ഇതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും. അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ, കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധിയും ആ പ്രതിസന്ധിയെ തുടർന്നുണ്ടാകുന്ന മരണവും. 2 കുഞ്ഞുങ്ങൾ 18-23 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഒരു പക്ഷേ ശരി 60 വയസ്സ് വരെ ആയുസുണ്ടായിരുന്ന കാലഘട്ടത്തിൽ 18-23 വയസ്സ് വലിയ വയസ്സായിരുന്നു. കാരണം മാർത്താണ്ഡവർമ്മ യുദ്ധം ചെയ്ത് രാജ്യം പിടിച്ചടക്കുമ്പോൾ അദ്ദേഹത്തിന് 16 വയസ്സേ ഉള്ളൂ. ഭഗത് സിംഗ് ഈ പറയുന്ന ബ്രിട്ടീഷ് പാർലമെന്റിൽ ബോംബെറിഞ്ഞിട്ട്, നിയമനിർമ്മാണ സഭയ്ക്കകത്ത് ബോംബെറിഞ്ഞിട്ട് ഇൻക്ലാബ് വിളിക്കുമ്പോഴത്തേക്കും വയസ്സ് 22-23 ഉള്ളൂ. ആ പ്രായത്തിലൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഉള്ള കാലഘട്ടങ്ങൾ നമ്മൾ പറയും. ഗാന്ധിജിയുടെ വിവാഹത്തെ പറ്റിയൊക്കെ പറയും. ഗാന്ധിജി വിവാഹം കഴിച്ചിട്ട് ഒന്നിച്ച് ജീവിക്കാനല്ല പോയത്, ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച് ബാരിസ്റ്റർ ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ബോധ്യമില്ലാത്തതിൻ്റെ ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ വിവാഹം കഴിക്കുന്നത്. ഇവരെ കുട്ടികളെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 18 വയസ്സ് 23 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രായമൊന്നുമല്ല. ജീവിതത്തെ പറ്റി പഠിച്ചു വരുന്നത് 23 വയസ്സ് വരെ ഒരാളെ ഒരു പൂർണ്ണനായിട്ടുള്ള മനുഷ്യനായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കാരണം അവൻ ചെയ്യുന്നത് മൊത്തം മണ്ടത്തരങ്ങളും ഈ പറയുന്ന വൈകാരിക അടിസ്ഥാനത്തിന് ഈ പറയുന്ന ഹോർമോണിൻ്റെ ഇംബാലൻസ് കൊണ്ടും സംഭവിക്കുന്ന മണ്ടത്തരങ്ങളായിരിക്കും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നത് 14 വയസ്സ് വരെ കുറ്റം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പാപമായിട്ട് കണക്കാക്കില്ല, അറിവില്ലായ്മയായിട്ട് കണക്കാക്കും. 14-12 വയസ്സ് വരെ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ പറ്റിയിട്ട് കഥകളുമുണ്ട്, ഒരുപാട് കഥകളൊക്കെ, പുരാണ കഥകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിനിടയിലും വിവാഹപ്രായം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. അതെ, മതം കൊണ്ട് ചിന്തിക്കുന്ന ജന്മങ്ങൾ കുറേ എണ്ണം ഉണ്ട്. അത് ഈ തലയിക്കെട്ടുമായിട്ട് നടക്കുന്ന കുറേ എണ്ണം ഉണ്ട്. ഇതിന്റെ ഭ്രാന്താണ്. ഉത്തരേന്ത്യയിൽ പറയാറുണ്ട് നേരത്തെ വിവാഹം കഴിച്ച് 10 കുട്ടികളൊക്കെ വേണമെന്ന്. പക്ഷേ കുട്ടികൾ ഉണ്ടാക്കുന്ന മെഷീനാണോ മനുഷ്യൻ എന്നുള്ളത് അടുത്ത് ചിന്തിക്കേണ്ടി വരും. പക്ഷേ സ്ത്രീ എന്നുള്ളതാണ് സ്ത്രീ എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന നവദമ്പതികൾ തൂങ്ങി മരിച്ചു എന്നുള്ളതാണ്. തൂങ്ങി മരിച്ച നിലയിൽ എന്നാണ്. നിലമ്പൂർ മണക്കോടി കറുത്തേടത്ത് നടരാജൻ്റെയും സത്യഭാമയുടെയും മകൻ രാജേഷ്, എരുമുണ്ട കാനാകുത്ത് അമൃത കൃഷ്ണ എന്നിവരാണ് മരിച്ചത് എന്നുള്ളതാണ്. 3 മാസം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. ആദ്യം ഈ ചെറുപ്പക്കാരനാണ്, യുവാവാണ് തൂങ്ങി മരിക്കുന്നത്. രാജേഷാണ് തൂങ്ങി മരിക്കുന്നത്. പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പെൺകുട്ടി. അവൾ അകത്തേക്ക് വന്നപ്പോഴത്തേക്കും ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു. തുടർന്ന് ഇയാളെ മരിച്ചു എന്ന് ബോധ്യമായപ്പോൾ ഇവർ ഈ കയറ് അറുത്തു. ഈ യുവാവ് തൂങ്ങി നിന്ന കയറ് അറുത്ത് ഇവനെ നോക്കിയപ്പോൾ മരിച്ചു എന്ന് ബോധ്യമായി. ഇതേ കയറിൽ തന്നെ ഈ പെൺകുട്ടി, അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന കയറ് പ്ലാസ്റ്റിക് കയറിലാണ് അവളും ഈ പെൺകുട്ടിയും തൂങ്ങി മരിച്ചു എന്നുള്ളതാണ്. ഇത് കണ്ടതിന് പിന്നാലെ ഇത് ഈ മകൻ മരിച്ചു കിടക്കുന്നത് കണ്ട് ഈ പെൺകുട്ടിയുടെ അമ്മ വരുന്നു, ഈ യുവാവിൻ്റെ അമ്മ വരുന്നു. എടുത്തുകൊണ്ട് സോഫയിൽ കിടത്തിയതിന് ശേഷം നോക്കുമ്പോൾ ഈ പെൺകുട്ടിയും തൂങ്ങി മരിച്ചതായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. 2 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 2 പേരും രക്ഷിക്കാൻ കഴിഞ്ഞില്ല, മരിച്ചു എന്നുള്ളതാണ്. പ്രണയവിവാഹമായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 18 വയസ്സായ പെൺകുട്ടി, 23 വയസ്സായ ആൺകുട്ടി.
ഇവർക്ക് അതിനും വേണ്ട പ്രശ്നങ്ങളുണ്ടായിരുന്നത് വീട്ടുകാരുടെ സംരക്ഷണയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ഈ പയ്യൻ 12 മണിക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ തൊഴിലൊന്നും പ്രശ്നമില്ല, തൊഴിൽ അത്യാവശ്യം ശമ്പളവും കിട്ടുന്നുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ജീവിച്ചു പോകാൻ കഴിയും, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ കഴിയും. നിസ്സാരമായ പ്രശ്നത്തിൻ്റെ പേരിലാണ് മരണം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ കുട്ടികൾ ചെറുപ്രായത്തിൽ വിവാഹിതരാകുന്നത് എന്നുള്ളതാണ്. 18 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹിതരാവാനുള്ള പ്രായമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വോട്ടവകാശത്തിനുള്ള ഒരു പ്രായമാണ്. ശരി, രാഷ്ട്രീയ അബദ്ധങ്ങൾ കൊണ്ട് വോട്ടൊക്കെ ചെയ്ത് തെറ്റായ വോട്ട് ചെയ്തു പോയി എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നമൊന്നും വരാൻ നമ്മുടെ നാട്ടിലില്ല. പക്ഷേ ഒരു വിവാഹം കഴിച്ചു പോയി കഴിഞ്ഞാൽ വലിയ അബദ്ധങ്ങളുണ്ടാകും. സ്വന്തമായി പഠിക്കുക, കരിയർ ഉണ്ടാക്കുക. ഇനി കരിയർ ഉണ്ടാക്കാനല്ല, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാനാണെങ്കിൽ ഇഷ്ടപ്പെട്ട കരിയർ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അല്ല, സ്വന്തമായി യാത്ര ചെയ്യാനായിരിക്കും, ചിലപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു സ്ഥാപനം തുടങ്ങാനായിരിക്കും, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിരിക്കും, ഒന്നുമില്ലെങ്കിൽ വായിക്കാനായിരിക്കും, പഠിക്കാനായിരിക്കും, അന്വേഷണങ്ങൾ നടത്താനായിരിക്കും, ഗവേഷണം നടത്താനായിരിക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാം. ഒന്നും വേണ്ട. ഇവർക്ക് നല്ല രീതിയിൽ അധ്വാനിച്ച് പണം ഉണ്ടാക്കി കുടുംബത്തോടൊപ്പം സമയം സ്പെൻഡ് ചെയ്ത് കറങ്ങി നടന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ വളരെ സ്വതന്ത്രമായ ഒരു ജീവിതം നയിക്കാനായിരിക്കും ചിലർക്ക് ഇഷ്ടം. എനിക്കറിയാമെന്നുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആളിന് പ്രത്യേകിച്ച് യാതൊരു സ്വപ്നങ്ങളുമില്ല. പ്രത്യേകിച്ച് അവന് ജോലി ചെയ്യുക, ഭക്ഷണം കഴിക്കുക, അത്യാവശ്യം കറങ്ങി നടക്കുക, അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇവൻ ഈ പറയുന്ന ഭാരിച്ച കാര്യങ്ങളെ പറ്റിയിട്ടോ കുടുംബജീവിതത്തെ പറ്റിയിട്ടോ ഒന്നും ചിന്തിക്കുന്നില്ല. വളരെ സ്വതന്ത്രമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കാമല്ലോ കുട്ടികൾക്ക്. ഇപ്പം അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ ഇവർ നേരത്തെ വിവാഹിതരാകുന്നു. വിവാഹപ്രായം എന്ന് പറയുന്നത് ഏതാണ്ട് 22 വയസ്സിലേക്ക് ഉയർത്താനുള്ള നിയമ നടപടികളൊക്കെ നടക്കുന്നുണ്ട്. അത് നടക്കട്ടെ, പെട്ടെന്നാവട്ടെ ആ കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോഴെങ്കിലും ചിന്തിക്കാനുള്ള കുറച്ചെങ്കിലും ബോധം വരുമല്ലോ. 22 വയസ്സ് ഒരു പെൺകുട്ടിയുടെ പ്രായം 22 വയസ്സാക്കണമെന്നുള്ളതാണ് വിവാഹപ്രായം. അപ്പോൾ ഒരുവിധം വിദ്യാഭ്യാസത്തെ പറ്റി ആ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ഹോർമോണൽ ഇൻഫ്ലുവൻസുകളെല്ലാം മാറും. ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ചിന്തിക്കാനുള്ള അവസരം ലഭിക്കും. ചുറ്റും കാണുന്ന ജീവിതങ്ങളെ പറ്റി അറിയാൻ കഴിയും. അപ്പോൾ അവരെന്ത് ചെയ്യും? ശരിയാണ്, എനിക്ക് ഇതിനേക്കാൾ വേണ്ടത് എൻ്റെ സ്വയം നിലനിൽപ്പാണ്, എൻ്റെ ജോലിയാണ്, എൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കലാണ്, എൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ബോധ്യം വരും. ആ ബോധ്യം ഇല്ലാത്തടത്തോളം കാലം കുട്ടികൾ ഇത്തരത്തിലുള്ള അബദ്ധജടിലമായ ബന്ധങ്ങളിലേക്ക് പോകും. അവിടെ നിന്ന് മരണത്തിലേക്ക് വഴുതി വീഴും. ഇവർക്ക് വിവാഹം കഴിക്കേണ്ട പ്രായമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ അല്ല എന്നേ ഉത്തരമുള്ളൂ. ഇവർ കുറെ കൂടെ പഠിക്കണമായിരുന്നു, നല്ല തൊഴിൽ നേടണമായിരുന്നു, വീട്ടുകാരെ സംരക്ഷിക്കും. ഇപ്പം എന്താ ഉണ്ടായിരിക്കുന്നത്? ആ കുടുംബത്തിനുള്ള ദുഃഖമല്ലാതെ അച്ഛനും അമ്മമാർക്കും 2 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഭാരിച്ച ഒരിക്കലും തീർക്കാൻ കഴിയാത്ത വേദനയാണ്. ഒരിക്കലും അതിനപ്പുറം മറ്റൊരു ദുഃഖമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് പറഞ്ഞാൽ പുത്രദുഃഖമാണ്. പുത്രൻ്റെ നഷ്ടം ഉണ്ടാകുന്ന, പുത്രൻ നഷ്ടപ്പെട്ടു പോകുന്ന, പുത്രൻ്റെ മരണം കാണുക എന്നുള്ളതാണ് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം. അതിനപ്പുറം വേറെ ദുഃഖമില്ല. അപ്പോൾ ആ ദുഃഖത്തിലേക്ക് ഒരു കുടുംബത്തിനെ തള്ളിവിട്ട് 2 കുട്ടികൾ ഇതാ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ആത്മഹത്യ ചെയ്യേണ്ട പ്രായമാണോ, മരിക്കേണ്ട പ്രായമാണോ ഇത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. കേരളം നിയമനിർമ്മാണം കൊണ്ടല്ല, സ്വയം തിരുത്തേണ്ടിയിരിക്കുന്നു. ഓരോ കുട്ടികൾക്കും കൗൺസിലിംഗ് കൊടുക്കണം. ഓരോ സ്കൂളുകളിൽ ഇറങ്ങി പറയണം, നിങ്ങൾക്ക് ഇതല്ല വേണ്ടത്, നിങ്ങൾക്ക് പഠനമാണ്, നിങ്ങൾക്ക് വിദ്യാഭ്യാസമാണ്, നല്ല തൊഴിലാണ്, സംരംഭകത്വമാണ്, ജീവിതത്തിൽ നേട്ടങ്ങളുടെ അനന്ത സാധ്യതകളുണ്ട്, ഒന്നുമേല വിവാഹം കഴിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ ഒരുപാട് അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണു നിറയും. ഇനിയും കുട്ടികളുടെ മരണം കാണേണ്ടി വരുമെന്നുള്ള ദുഃഖമാണ് നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.